ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഓറഞ്ച് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഓവണോ ബീറ്ററോ അതുപോലെ തന്നെ ക്രീമോ ഒന്നും വേണ്ട, വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയിട്ടെടുക്കാം. അതുപോലെ ഫുഡ് കളർ ഒന്നും ചേർക്കാതെയാണ് നമ്മൾ ഈ ഒരു കേക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കേക്ക് ടിൻ ഒന്ന് റെഡിയാക്കിയിട്ടെടുക്കണം. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊരു ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ച് മൈദ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കേക്ക് ടിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ 1 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 240 ml കപ്പിലാണ് മൈദ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അപ്പോൾ ഒരു 2 വട്ടമൊക്കെ അരിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അല്ലെങ്കിൽ ഇതുപോലെ അരിച്ചെടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ അരിച്ച് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ഓറഞ്ച് കേക്കാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഒരു ഓറഞ്ച് എടുക്കുക. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത ശേഷം നമുക്കിതിൻ്റെ ഓറഞ്ച് സെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഒരു ഗ്രേറ്ററിൽ നമ്മുടെ ഈ ഓറഞ്ച് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗ്രേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഓറഞ്ച് പോർഷൻ മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. അതിൻ്റെ ഉള്ളിൽ ആ വൈറ്റ് പോർഷൻ വന്നിട്ടുണ്ടെങ്കിൽ കയ്പ്പ് വരും. അപ്പോൾ മുകളിൽ നിന്ന് ഈ ഒരു ഓറഞ്ച് പോർഷൻ മാത്രം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഇനി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ തിളപ്പിച്ചിട്ട് ചൂടാറിയിട്ടുള്ള പാലാണ് കേട്ടോ. അതൊരു 1/4 കപ്പ് ഒഴിച്ച് കൊടുക്കുക. പിന്നെ 1/4 കപ്പ് തന്നെ വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ അല്ലാതെ ഏതെങ്കിലും ഓയിൽ എടുക്കുക. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഞാനിവിടെ പൊടിച്ച പഞ്ചസാര 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. പഞ്ചസാര പൊടിച്ച് തന്നെ എടുക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ പഞ്ചസാരയോട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള പൊടി കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 2 സ്പൂണൊക്കെ ചേർത്ത് നന്നായിട്ട് കട്ടിയില്ലാതെ മിക്സ് ചെയ്ത ശേഷം ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ലാസ്റ്റ് നമ്മളെല്ലാം ചേർത്ത് കഴിയുമ്പോൾ ഇത് കുറച്ച് കട്ടിയായിട്ട് തോന്നും, കാരണം നമ്മളിതിൽ പാലും ഓയിലും മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ കട്ടിയായിട്ട് വരുന്ന ഈ ഒരു സമയത്ത് ഇപ്പം നല്ല തിക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി ഓറഞ്ച് ജ്യൂസ് ചേർക്കണം. അപ്പോൾ ഓറഞ്ച് ജ്യൂസ് ഞാനിവിടെ 1/2 കപ്പ് ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഓറഞ്ചിൻ്റെ ജ്യൂസ് എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല മധുരമൊക്കെ ഉള്ള നല്ല ജ്യൂസ് എടുക്കുക. അതുപോലെ മിക്സിയിലിട്ടൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ കുരുവൊന്നും പെടാതെ നോക്കുക, കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ കയ്പ്പ് വരും. അതുകൊണ്ട് കുരുവൊന്നും പെടാതെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് എടുക്കുക. അതൊരു 1/2 കപ്പ് ചേർത്തിട്ട് അത് കുറേശ്ശായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മളിതിൽ ഫുഡ് കളറൊന്നും ചേർക്കുന്നില്ല. നമ്മളിതിൽ ഓറഞ്ചിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നേരത്തെ എടുത്തിട്ടുള്ള ഓറഞ്ചിൻ്റെ സെസ്റ്റ് 1/2 ടീസ്പൂണാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഒരുപാട് വേണ്ട. പിന്നെ ഇതിന് പകരമായിട്ട് നിങ്ങളുടെ അടുത്ത് ഓറഞ്ചിൻ്റെ എസൻസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങാനീര് ചേർക്കുക. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് ടീനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ കളറൊന്നും ചേർക്കാത്തതുകൊണ്ട് ഈ ഒരു കളർ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് കളർ ചേർക്കാം. ഇപ്പോൾ ഇത് 2 വട്ടം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു പാത്രത്തിൽ ഇതുപോലൊരു സ്റ്റാൻഡ് ഇറക്കി വെച്ചതിന് ശേഷം അടച്ച് 10 മിനിറ്റ് ചൂടാക്കി എടുത്തിട്ടുള്ള പാത്രമാണ്. അപ്പോൾ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള പാത്രത്തിലേക്ക് വേണം ഈ ഒരു കേക്ക് ടിൻ ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് കുക്കർ വേണമെങ്കിൽ ഉപയോഗിക്കാം. കുക്കർ ആദ്യം തന്നെ അടച്ച് നന്നായി ചൂടാക്കി എടുത്താൽ മതി. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഞാനിതിൻ്റെ മുകളിലായിട്ടൊരു വെയിറ്റ് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടും തന്നെ ആവി പുറത്തേക്ക് പോവാതെ നന്നായിട്ട് ബേക്കായി കിട്ടും. ഇത് ലോ ഫ്ലെയിമിൽ ഒരു 30 മുതൽ 35 മിനിറ്റ് വരെയാണ് നമ്മൾ ബേക്ക് ചെയ്തിട്ട് എടുക്കേണ്ടത്. എനിക്കിവിടെ കറക്റ്റ് 30 മിനിറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോ ഫ്ലെയിമൊക്കെ അനുസരിച്ച് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. എന്നിട്ടൊരു സ്ക്വയർ വെച്ചിട്ടോ ഒരു കത്തി വെച്ചിട്ടോ ഒന്ന് കുത്തി നോക്കുക. അതിലൊന്നും വന്നിട്ടില്ലെങ്കിൽ നമ്മുടെ കേക്ക് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം.
അപ്പോൾ നമ്മുടെ കേക്കൊക്കെ നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ ഒരു കത്തി വെച്ചൊന്ന് വിടിയിച്ച് കൊടുത്തിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അടിഭാഗം ഒന്നും ഒട്ടും തന്നെ കളറൊന്നും മാറിയിട്ടില്ല, നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. നമുക്ക് ബട്ടർ പേപ്പർ കൂടെ മാറ്റാം. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്, ഒട്ടും തന്നെ ഹാർഡല്ല. ഇതിൻ്റെ അടിഭാഗവും അതുപോലെ എല്ലാ സൈഡും നല്ല സോഫ്റ്റാണ്. അപ്പോൾ ശരിക്കും ഇതൊരു സ്പോഞ്ച് കേക്കാണ്, ഓറഞ്ച് ഫ്ലേവറിലുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്പോഞ്ച് കേക്കാണ് കേട്ടോ. നമുക്കിത് ചായയുടെ കൂടെയൊക്കെ വെറുതെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഇതിൽ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ലതാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഓറഞ്ചിൻ്റെ ഗ്ലേസ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമുക്ക് വീട്ടിലുള്ള വെറും 3 ചേരുവകൾ കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണിത്. അപ്പോൾ ഞാനിപ്പോൾ ഇതാണ് കേക്കിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ നല്ലൊരു ഓറഞ്ച് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കേക്കിന്. അപ്പോൾ നിങ്ങൾക്ക് ഇതല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ കേക്ക് ഐസിങ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കേക്ക് ഇതുപോലൊരു പാത്രത്തിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് താഴെ ഒരു പ്ലേറ്റ് കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ടാണ് നമ്മളിത് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ എക്സ്ട്രാ ഉണ്ടെങ്കിൽ അത് താഴെ പ്ലേറ്റിലേക്ക് വീഴാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് പൊക്കി ഇതുപോലെ വെച്ചിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് തണുത്തപ്പോൾ നല്ല തിക്കായിട്ടാണ് ഉള്ളത്, അതുകൊണ്ട് നമുക്കിതുപോലെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് കേക്കിൽ തന്നെ പിടിച്ചിരിക്കും. ബാക്കി കുറച്ച് മാത്രമേ ഇങ്ങനെ താഴേക്ക് വീണ് പോവുള്ളൂ. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒഴിച്ച ശേഷം അത് ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും വീണ ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത് എക്സ്ട്രാ ഉള്ളത് ആ താഴെ പ്ലേറ്റിലേക്ക് വീഴുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഒന്ന് ഇതുപോലെ വെച്ച ശേഷം നമുക്ക് ഈ കേക്ക് എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ കേക്ക് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായി സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ ഗ്ലേസ് ഒക്കെ നന്നായി സെറ്റായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് വിപ്പിംഗ് ക്രീമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യുന്നതിന് പകരമായിട്ട് കേക്ക് സാധാരണ പോലെ കട്ട് ചെയ്തിട്ട് ഫുള്ളി വിപ്പിംഗ് ക്രീം കൊണ്ട് കവർ ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ഓറഞ്ച് ഗ്ലേസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ്. അതുപോലെ നല്ലൊരു ക്രീം കേക്കായിട്ട് ചെയ്യാം. അപ്പോൾ ക്രീമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എല്ലാവരുടെ വീട്ടിൽ എപ്പോഴും വിപ്പിംഗ് ക്രീമൊന്നും ഉണ്ടാവണം എന്നില്ല, അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ സിമ്പിളായിട്ട് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ക്രീമൊന്നും ഇല്ലെങ്കിൽ പോലും ഒരു കേക്കൊക്കെ ചെയ്യണമെങ്കിൽ ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. നല്ലൊരു കാണാൻ ഭംഗിയുള്ളൊരു ഓറഞ്ച് കേക്കല്ലേ. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഓറഞ്ചിൻ്റെ 2 പീസ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ 2 പുതിനയില കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിതുപോലെ സിമ്പിളായിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു കേക്കാണ്. നമുക്ക് വീട്ടിൽ ക്രീമോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിലും സിമ്പിളായിട്ട് ഇതുപോലൊരു കേക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ കാണാൻ ഭംഗിയുള്ള പോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പിന്നെ അതൊന്ന് കട്ട് ചെയ്തുകൂടെ കാണിച്ചു തരാം. നല്ല സോഫ്റ്റാണ്. ആ സ്പോഞ്ച് കേക്ക് തന്നെ കഴിക്കാൻ നല്ലതാണ്. പിന്നെ അതിൻ്റെ മുകളിൽ ഈ ഒരു ഗ്ലേസ് കൂടെ വരുമ്പോൾ കാണാനും ഭംഗിയാണ്, കഴിക്കാനും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാനായിട്ട് മറക്കരുത്. നമ്മുടെ കോഫി കേക്കും ചോക്ലേറ്റ് കേക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കിയ പോലെ തന്നെ ഇതും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫോട്ടോസ് ഉണ്ടെങ്കിൽ മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഞാൻ ഫോട്ടോ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. ഒരുപാട് പേര് അയച്ചു തരാറുണ്ട് കേട്ടോ. ഓരോന്നായിട്ട് ഇടയ്ക്ക് കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് നന്ദി. അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ ഒരു റെഡ് കളറിൽ സബ്സ്ക്രൈബിൻ്റെ ബട്ടൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും, അത് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം നല്ല റെസിപ്പി ആയിട്ട്. താങ്ക്